കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ അമരക്കാരൻ ഡോക്ടർ CJ റോയിയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ നടുങ്ങിയിരിക്കുകയാണ് വ്യവസായ ലോകവും നാടും. ബംഗളൂരു ലാംഗ്ഫോർഡ് റോഡിലെ സ്വന്തം ഓഫീസിൽ വെച്ചാണ് 57 വയസ്സുകാരനായ ഡോക്ടർ CJ റോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അങ്ങേയറ്റം സങ്കടകരമായ വിവരങ്ങളാണ് ബംഗളൂരുവിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ 3 ദിവസമായി ഡോക്ടർ റോയിയുടെ ഉടമസ്ഥതയിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ ഇൻകം ടാക്സ് വകുപ്പിന്റെ പരിശോധന നടന്നു വരികയായിരുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം ഈ പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കെയാണ് ലാംഗ്ഫോർഡ് റോഡിലെ ഓഫീസ് കം ബംഗ്ലാവിൽ അദ്ദേഹം സ്വന്തം തലയിൽ വെടിയുതിർത്ത് ജീവിതം അവസാനിപ്പിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. സംഭവം നടന്ന ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളെയും സ്വത്തുവിവരങ്ങളെയും കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി വരികയായിരുന്നു. എന്നാൽ ഈ മരണത്തിന് പിന്നിൽ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ അമിതമായ മാനസിക സമ്മർദ്ദമാണെന്ന് ഡോക്ടർ റോയിയുടെ കുടുംബം ആരോപിക്കുന്നു. 3 ദിവസമായി നീണ്ടുനിന്ന ചോദ്യം ചെയ്യലുകളും പരിശോധനകളും അദ്ദേഹത്തെ തളർത്തിയിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. നിലവിൽ അശോക് നഗർ പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഓഫീസിലെ CCTV ദൃശ്യങ്ങളും ഡോക്ടറുടെ ഫോൺ രേഖകളും പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. എങ്കിലും ഫോറൻസിക് പരിശോധനാ ഫലവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നതിന് ശേഷം മാത്രമേ മരണത്തിലെ ദുരൂഹതകൾ നീങ്ങുകയുള്ളൂ എന്ന് അധികൃതർ വ്യക്തമാക്കി. ഒരു സാധാരണക്കാരനായി വന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പിനെ ലോകപ്രശസ്തമായ ഒരു ബ്രാൻഡാക്കി മാറ്റിയ ഡോക്ടർ CJ റോയിയുടെ ഈ അന്ത്യം നാടിനെ ഒന്നടങ്കം വേദനയിലാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.